അതുപോലെ തന്നെ ദൈവത്തിന്റെ ദാസൻ എന്ന ദൈവത്തിന് സൂചിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സന്തോഷിപ്പിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന വിഷയമാണ് ഫെലോഷിപ്പ്, കൂട്ടായ്മ എന്നുള്ള വിഷയം. ആ ഫെലോഷിപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 3 രീതിയിലുള്ള ഫെലോഷിപ്പ് നമുക്ക് കാണാൻ ഇടയായിരിക്കും. ഒന്ന്, ഫെലോഷിപ്പ് വിത്ത് ഗോഡ്, ആൻഡ് ഫെലോഷിപ്പ് വിത്ത് ഈച്ച് അതർ, ആൻഡ് അവസാനമായിട്ട് ഫെലോഷിപ്പ് വിത്ത് ദ വേൾഡ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആദ്യമേ നമുക്ക് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്, കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. അതൊരു കൂട്ടായ്മയാണ്. അതിനെ നമ്മൾ തകർക്കാൻ കഴിയുന്നത് പാപം മുഖാന്തരമായി അതിനെ തകർക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പാപങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ അനുസരണക്കേടുകൾ ആ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് നമ്മളെ അകറ്റുവാനിടയായി. എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് ഫെലോഷിപ്പ് വിത്ത് ഈച്ച് അതർ, തമ്മിൽ തമ്മിലുള്ളതായ കൂട്ടായ്മ. അപ്പം നുറുക്കാനും അതിനെ വായിക്കുമ്പോൾ കൂട്ടായ്മയെ ആചരിക്കുവാനുമാണ് അത് ചിന്തിക്കുന്നത് കടന്നു വന്നിരിക്കുന്ന സ്ഥലം. ഇവിടെ നമ്മുടെ ചർച്ചിന്റെ പേര് തന്നെ ഷാരോൺ ഫെലോഷിപ്പ്. ഫെലോഷിപ്പ് ക്രിസ്തു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തീയ ജീവിതത്തിലെ ഫെലോഷിപ്പ് അങ്ങ് മാറ്റിവെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണക്കാരെ പോലെ മാത്രമേ ആയിരിക്കും. ശത്രുവിന് ഏറ്റവും വലിയ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ ആ ഫെലോഷിപ്പിനെ തകർക്കാൻ, തമ്മിലുള്ള ആ ബന്ധത്തെ, ആ സഹകരണത്തെ, ആ കൂട്ടായ്മയെ തകർക്കുക എന്നുള്ളതാണ് ശത്രുവിന്റെ പരിപാടി. അത് ആത്മാവിൽ ബലം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ അത് പരിശുദ്ധാത്മാവിൽ അത് ഏറ്റെടുത്തുകൊണ്ട് അതിനവസരം നമ്മൾ ഒരിക്കലും കൊടുക്കാതിരിക്കുക. ഞാൻ ഇവിടുത്തെ സാധുവായ ചിന്തിപ്പരടി കർത്താവേ, കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട്, നാളുകളായിട്ട് എന്റെ കൂട്ടായ്മ മറ്റുള്ളവരുമായിട്ടുള്ള കൂട്ടായ്മ എങ്ങനെയായി? അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ അല്പം കൂടി കടന്നുപോയി. ചില വർഷങ്ങൾക്ക് മുമ്പ് ആ സമയത്തുണ്ടായിരുന്ന ആ കൂട്ടായ്മയുടെ മനോഹരത്തിൽ നിന്നും ഞാൻ പുറകോട്ട് പോയി എന്ന് എനിക്ക് കാണുവാനിടയായി. ലോകമനുഷ്യന് ബാർബക്യൂ കൂട്ടായ്മയുണ്ട്, അല്ലെങ്കിൽ ലഞ്ച് കൂട്ടായ്മയുണ്ട്, അനന്ത കൂട്ടായ്മയുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവമക്കളായിരിക്കുന്നവരെ കുറിച്ച് സംബന്ധിച്ചാൽ വചനം പറയുന്നു, അപ്പം നുറുക്കുവാനും കൂട്ടായ്മ ആചരിക്കുവാനും അവർ കൂടി വന്നു. സ്തോത്രം. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലേക്ക് ഈ കൂട്ടായ്മ മടങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഞാനിവിടെ ഇരുന്നപ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചിന്തിച്ചത്, ഒന്നും പറയണം, ദൈവാത്മാവനെ എന്റെ ഹൃദയത്തിൽ വ്യക്തമായി ഇടപെടേണ്ടിയായിരുന്നു. നീ ഇത് പറയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ സഭയിൽ, നമ്മുടെ കൂടിവരവിൽ, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ലാക്കായിരിക്കുന്നത് എന്തെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ കണ്ടുപിടിച്ച് രൂപാന്തരപ്പെടുത്തി കഴിയുമ്പോൾ ആ കൂട്ടായ്മയുടെ ബന്ധത്തിലേക്ക് നമ്മൾ വീണ്ടും കടന്നു വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ആരാധന അനുഗ്രഹമായി ഇവരുടെയായിത്തീരുന്നു. ഞാൻ പല ദിവസങ്ങളേക്കാൾ ആരാധിച്ചതിലും വളരെ ഫ്രീഡമായിട്ട് ഇന്ന് കേൾക്കാൻ എന്താ കാര്യങ്ങൾ കഴിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. എന്നാൽ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായിത്തീരുന്നു. ഈ വചനം നമ്മുടെ ജീവിതത്തോട് വളരെ വ്യക്തമായിട്ടുണ്ട്. നമ്മുടെ ദൈവത്തോടുള്ള കൂട്ടായ്മ നമ്മൾ എങ്ങനെയായിരിക്കും? ഇറ്റ്സ് എ പേഴ്സണൽ ഇവാലുവേഷൻ. കൈ രണ്ടും ഇങ്ങനെ പോക്കറ്റിലിട്ടുണ്ട് ആരാധനയ്ക്ക് ഇവിടെ നിൽക്കുന്നതാണോ കൂട്ടായ്മ ദൈവത്തോട്? ആദ്യം ഈ കൈകൾ, കർത്താവുന്ന കൈകൾ, ഇത് ഒച്ചത്തിൽ അടിച്ച് ദൈവത്തിന് മഹത്വം കൊണ്ടാണ് ദൈവത്തുള്ള കൂട്ടായ്മ മുതൽക്കൊരടിയായിരുന്നു. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നമ്മൾ പരിമിതപ്പെട്ടു പോയാൽ മറ്റുള്ളവരോടുള്ള കൂട്ടായ്മയിൽ പരിമിതപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മുടെ കൂട്ടായ്മ ദിവസങ്ങളിൽ ഉന്മേഷം പകരുവാനൊക്കെ നമുക്ക് ഒരു വാക്ക്, ചെറിയൊരു കൂട്ടായ്മ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് പോകാൻ ഒത്തിരി ഒന്ന് പിടിച്ചുള്ള കൂട്ടായ്മ. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ വിചാരിക്കരുത് ഞാൻ നിങ്ങളോടായി നിങ്ങളോടെല്ലാം ശാസിക്കുകയും ഞാൻ നിങ്ങളൊന്ന് നല്ലവനാകുകയും ചെയ്യുമെന്ന് വിചാരിക്കരുത്. എന്നോട് ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗമാണ്. നിന്റെ കൂട്ടായ്മ എങ്ങനെയിരിക്കുന്നു? മറ്റുള്ളവരുമായിട്ടുള്ള കൂട്ടായ്മ, നിന്റെ കൂട്ടായ്മ എങ്ങനെയായിരിക്കും? വർഷങ്ങളായിട്ട് പോകാത്ത ഭവനങ്ങൾ, വർഷങ്ങളായിട്ട് പിടിക്കാത്ത വ്യക്തി ജീവിതങ്ങൾ, ഇതൊക്കെയാണ് കൂട്ടായ്മ എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. സ്വന്തം നമുക്ക് നല്ലവരാകണമെങ്കിൽ, ദൈവം ഉദ്ദേശിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വളർന്നു വരണമെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള വിഷയങ്ങൾക്ക് നമ്മൾ ക്രമീകരണം വന്നേ ഒക്കത്തുള്ളൂ. അതിനുവേണ്ടി ദൈവമേ നീ എന്നെ ഉപകരിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ. എന്റെ പ്രാർത്ഥനയിൽ, എന്റെ സഹകരണത്തിൽ, മറ്റുള്ളവർക്ക് ക്ഷയിക്കാൻ കൊടുക്കുന്നതിൽ, മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതിൽ എന്നെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ അത് നമ്മൾ ചെയ്യുന്നെങ്കിൽ, അതിന് നമ്മൾ സമയം കണ്ടെത്തുന്നെങ്കിൽ നമ്മുടെ ആരാധന മറ്റുസുകളായി.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ആരാധനയിലുള്ളതായ ആ പ്രചോദനം നമ്മുടെ ദൈവത്തിന്റെ നമ്മുടെ ഹൃദയം നൽകി തരികയും ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകുവാനല്ല, പിന്നെയോ ഒരുവനാൽ ഒരുവൻ വളർച്ച. കർത്താവേ, ഞാൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ കൂട്ടായ്മയിലേക്ക് നീ എന്നെ ഒന്ന് വിളിച്ചു വരുത്തണമേ എന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഞാനിത് പെട്ടെന്ന് എഴുതി ഇടയായി തീർന്നത് ജോലിയോടുകൊണ്ട് ഞാൻ പോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അത് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥന ഓർക്കണം. ദൈവം നമ്മളെ സഹായിക്കുക, നമ്മളെ ശക്തിപ്പിക്കണം.